വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസ്, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് സോഷ്യൽ സയൻസ് കഴിയേണ്ട 11ാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മണ്ണിലെ വിസ്മയങ്ങളും വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സൗരയൂഥത്തെ കുറിച്ചിട്ടൊക്കെ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഓൾറെഡി പറയുന്നുണ്ട്. അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ചോദിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ പറയാൻ പറ്റില്ല. ഇനി നമുക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് ഭ്രമണം പരിക്രമണക്ക് ആവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ദൃശ്യമാകുന്നുണ്ട് അല്ലേ? അത് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മനസ്സിലാകുന്നത്. രാത്രിയിലുള്ള പല ദൃശ്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ് അല്ലേ? സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്? സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ് അല്ലേ? സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായിട്ട് കാണുന്നില്ലേ? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായിട്ട് കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാലക്സി എന്ന് വെച്ചാൽ എന്താണ്? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇതാണ് ഗാലക്സി എന്ന് പറയുന്നത് അല്ലേ? പല നക്ഷത്രങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഒരു നക്ഷത്രക്കൂട്ടമാണ് എന്ന് പറയുന്നത് ഗാലക്സി എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്ത് കാരണമാണ്? നമ്മളെ തോന്നലാണ് അല്ലേ മിന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ മിന്നുന്നുണ്ടായില്ല. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് ദിശാവ്യതിയാനം സംഭവിക്കും. അങ്ങനെ നിരന്തരമായിട്ടുള്ള ദിശാവ്യതിയാനം സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന? നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ സൗരയൂഥം നൽകിയിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ വരെയുള്ള ഇത് നൽകിയിട്ടുണ്ട് അല്ലേ? ഇതിൽ നമുക്ക് ഓരോ ഗ്രഹവും ഓരോന്നും എന്തിനുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെറിയൊരു പോർഷൻ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ. അപ്പം ബുധൻ എന്ന് പറയുന്നത് ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ബുധൻ എന്ന് പറയുന്നത്. ഇനി ശുക്രൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ മെയിനായിട്ടുള്ള പോയിന്റ് മാത്രം എന്താ പറയുന്നത്? 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആയ കാരണം തന്നെ മെയിനായിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. ഇനി ശുക്രൻ എന്ന് പറയുന്നത് പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഭൂമി, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഗ്രഹമാണ് ഭൂമി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ചൊവ്വ. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. ശനി വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് അല്ലേ? കാരണം എന്താ? സൂര്യനിൽ നിന്നും അകന്നിരിക്കുന്നതാണ് യുറാനസ്, നെപ്റ്റ്യൂണും. അപ്പോൾ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂൺ അല്ലേ? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ബുധനാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, നെപ്റ്റ്യൂൺ ആണ് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി. ചുവന്ന ഗ്രഹം ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ഏതാണ്? ശനി. ഇനി സൂര്യനെയും അതിനെ വലമിക്കുന്ന ആകാശഗോളങ്ങളെയും നമ്മൾ നോക്കിയില്ലേ? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൗരയൂഥം എന്ന് പറയുന്നത്? എന്താണ്? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതിനെയാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ഇനി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞതാരാണ്? കോപ്പർനിക്കസ് അല്ലേ? നിക്കോളസ് കോപ്പർനിക്കസ് ആണ് എന്ത് പറയുന്നത്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ആരാണ്? പോളണ്ടുകാരനല്ലേ? പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു.
സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ആകാശഗംഗ എന്ന് വെച്ചാൽ എന്താണ്? സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആകാശഗംഗ എന്ന് പറയും. അതുപോലെ തന്നെ അതിൽ എന്തുണ്ട്? കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കോടാനുകണക്കിന് ഗാലക്സികളുണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ഗാലക്സികൾ കൂടി ചേർന്നതിനെയാണെന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി എന്താണ് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറാപ്പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമായിട്ട് തിളങ്ങുന്നു. അത് കാരണമാണ് എന്ത് നടക്കുന്നത്? വാൽ നക്ഷത്രം മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം എന്താണ്? സൂര്യനോടടുക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്? ആ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശമേറ്റുകൊണ്ടാണ് അത് തിളങ്ങുന്നത്. പാറ, പൊടി, ഹിമ എന്നിവയൊക്കെ ചേർന്നിട്ടാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. ഇനി എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാളും ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കുള്ളൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതാണെന്ന് മനസ്സിലായി. അപ്പോൾ ചെറിയ ഗ്രഹമാണ് കുള്ളൻ ഗ്രഹം. ക്ഷുദ്രഗ്രഹം എന്ന് വെച്ചാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വാൽ നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നിട്ടാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താണ് ഉൽക്കകൾ എന്ന് പറയുന്നത്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ നല്ല സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താണ് കാണുന്നത്? തീപ്പൊരികളായിട്ടാണ് നമുക്ക് അത് ആകാശത്ത് കാണപ്പെടുന്നത്. അത് പെട്ടെന്ന് തന്നെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് കത്തിത്തീരുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇനി ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഗ്രഹങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുന്നവയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നക്ഷത്രമാസം എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 27.3 ദിവസമാണ് വേണ്ടി വരുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നക്ഷത്രമാസം എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കുവാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നുണ്ട്. ഇതിനെയാണ് ഒരു നക്ഷത്രമാസം എന്ന് അറിയപ്പെടുന്നത്. സൗരയൂഥത്തിൻ്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭ്രമണപഥം? ആകാശഗോളങ്ങളുടെ ഭ്രമണപഥം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയിൽ ഇതിനെയാണെന്ന് പറയുന്നത് ഭ്രമണപഥം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങൾ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ ഇതാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഈ സൂര്യനും ഈ നമ്മളുടെ ഗ്രഹം തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ആകർഷണ ബലം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ നിശ്ചിത ഓർബിറ്റിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, ഗ്രഹങ്ങൾ അവയുടെ സ്വയം തണ്ടിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ആകാശഗോളത്തെടുത്ത് പറയുകയാണ്. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ആരാണ്? സുനിത വില്യംസ് ആണ് അല്ലേ പറയുന്നത്. എന്താണ് ബഹിരാകാശം എന്ന് പറയുന്നത്? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായിട്ടും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്.
സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? ഭൂമിയാണ് അല്ലേ. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായിട്ട് വീർത്തതുമായ ഗോളാകൃതിയാണുള്ളത്. അതിനാൽ ഇതിനെന്തെന്ന് പറയും? ജിയോയിഡ് എന്ന് പറയും. അപ്പോൾ ജിയോയിഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ധ്രുവങ്ങൾ അല്പം പരന്നതായിരിക്കും, ഭൂമധ്യരേഖാ ഭാഗം ചെറുതായിട്ട് വീർത്തതായിരിക്കും. അതിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു. ആരാണ് പറഞ്ഞത്? ആര്യഭടൻ അല്ലേ. ആര്യഭടൻ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയാണ് ഭൂമിക്ക് അത് സ്വയം കറങ്ങുന്നുണ്ടെന്നൊക്കെ. തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പിൽക്കാലത്ത് മഗലിൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ആദ്യം എല്ലാവരും വിശ്വസിച്ചിരുന്നത്, ആദ്യം ആര്യഭടനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവയൊക്കെ വിചാരിച്ചിരുന്നത് എന്താണ്? ഭൂമി ഗോളാകൃതി തന്നെയാണെന്ന്. പക്ഷേ മഗലിൻ്റെ കപ്പൽ യാത്രയോട് കൂടിയിട്ടാണ് മനസ്സിലായത് ഭൂമിക്ക് ഏതാണ് ആകൃതി? ജിയോയിഡാണ് ആകൃതി എന്ന് മനസ്സിലായത്. ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ ഭൂമി ഒരു നീല ഗോളമായിട്ടാണ് അല്ലേ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് അറിയാലേ. ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം 71%, എത്രയാണ്? 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം അല്ലേ, ഭൂമിക്ക് എന്തുണ്ട്? ഒരു അന്തരീക്ഷം ഉണ്ട്. അതാണ് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവയൊക്കെ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സൂര്യനെ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ മറുഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറിക്കൊണ്ട് അനുഭവപ്പെടുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പകലും നമുക്കല്ലാത്ത ഭാഗം എന്ത് കാണപ്പെടും? രാത്രിയാണ് ആക്കുന്നത് അല്ലേ. ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ എത്താണെന്നുണ്ടെങ്കിൽ അവിടെ പകൽ അനുഭവപ്പെടും. ഇത് അവിടെ മറുഭാഗത്ത് അപ്പോൾ എന്തായിരിക്കും? രാത്രിയായിരിക്കും. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കൊതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാലാണ് സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് നമുക്ക് തോന്നുന്നത്? കിഴക്കൊതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും സമയം ആവശ്യമാണ്. ഇതിനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ എത്രയാണ്? 24 മണിക്കൂറാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഭൂമി എന്ന് പറയുന്നത് ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ അല്ലേ, ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ ഇത് ഇങ്ങനെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു കൂടിയുണ്ട്. അതിനെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന കാരണമാണ് അതിനെന്ന് പറയുന്നത് ഭൂമിക്ക് പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അത് കാരണമാണ് നമുക്ക് വർഷങ്ങളൊക്കെ അറിയപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണം മൂലമാണ് വർഷങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റുന്നത്. ഇതിനൊരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. 365 ദിവസം എന്ന് പറയുന്നതാണ് ഒരു വർഷം. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഋതുക്കൾ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണ ഫലമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും പഠിച്ചു കഴിഞ്ഞു. ഇനി ഭൂമിയിൽ നമുക്കറിയാം വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. പല ഋതുഭേദങ്ങളുണ്ട്. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന് ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി ഇവിടെ ഭ്രമണം പറയുന്നുണ്ടല്ലേ. ഭൂമി സ്വയം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെ പറയുന്നത്. സൂര്യനെ ചുറ്റി കറങ്ങുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇനി രണ്ട് മെയിൻ വേർഡ്സുകൾ പറയുന്നുണ്ടല്ലേ. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? കാലാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്? വെതർ, കാലാവസ്ഥ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. വെതറും ക്ലൈമറ്റും രണ്ടും വ്യത്യസ്തമാണ്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷം. ദിനം എന്ന് പറയുമ്പോൾ എന്താണ്? ദിനം എന്ന് വെച്ചാൽ ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി.
നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിൽ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കണം. എന്നാണ് കാലാവസ്ഥ? ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. അപ്പോൾ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. മറ്റേത് ഒരു ദിവസം അനുഭവപ്പെടുന്നതിനെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി പാതിരാ സൂര്യനെ നാട്ടിൽ എന്ന് പറയുന്ന എഴുതിയിട്ടുള്ളത് ആരാണ്? എസ്.കെ. പൊറ്റക്കാടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് പാതിരാ സൂര്യൻ നാട്ടിൽ എന്ന് പറയുന്ന ബുക്കിൽ പറയുന്ന കുറച്ച് വേർഡ്സുകൾ നൽകിയിട്ടുണ്ട്. പാതിരാ സൂര്യനെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നോർവേ ആണ്. പാതിരാ സൂര്യനെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ ആണ്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായിട്ടുള്ള രാത്രിയാണ് അനുഭവപ്പെടുന്നത്. അവിടെ എന്താണ് നോർവേയിലത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത? തുടർച്ചയായിട്ടുള്ള പകലും 6 മാസം തുടർച്ചയായിട്ടുള്ള പകലാണെങ്കിൽ 6 മാസം എന്തായിരിക്കും? തുടർച്ചയായി രാത്രിയായിരിക്കും. അപ്പോൾ അതാണ് പാതിരാ സൂര്യൻ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? നോർവേ ആണ് അല്ലേ. ജനവാസം കുറവുള്ള മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് ഇന്യൂട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർ ആരാണ്? ഇന്യൂട്ടുകാരാണ് അല്ലേ. തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇന്യൂട്ടുകാരാണ്. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. വളർത്തുനായ വലിക്കുന്ന സ്ലെഡ്ജ് നൽകിയിട്ടുണ്ട് അല്ലേ ഇവിടെ. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്നുവിൽ നിന്നും പുറത്തിറങ്ങൂല അല്ലേ. എന്ത് കാരണമാണ് പുറത്തിറങ്ങാത്തത്? അവിടെ 6 മാസം എന്ന് പറയുന്നത് എന്താണ്? പകലും 6 മാസം രാത്രിയാണ്. ഇവർ ശൈത്യകാലത്താണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായി കാരണം ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? അതിശൈത്യത്തെ അതിജീവിക്കുന്ന സസ്യങ്ങൾ വേണം അല്ലേ. പന്നൽ, പായൽ എന്നിവയൊക്കെ അതിന് പറ്റിയ സസ്യങ്ങളാണ്. അപ്പോൾ അതാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. തിമിംഗല മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇഗ്ലു എന്ന് വെച്ചാൽ എന്താണ്? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ള ഭാഗമായിരിക്കില്ല ഇഗ്ലു എന്ന് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്യൂട്ടുകാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണെന്ന് പറയുന്നത് ഇഗ്ലു എന്ന് പറയുന്നത്. ഇനി മരുഭൂമി എന്ന് വെച്ചാൽ എന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റു സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്ന മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. മരുഭൂമിയിൽ എന്ന് പറഞ്ഞത് അവിടെ ഭയങ്കര മഴ കുറവായിരിക്കും, കൂടുതലായിട്ടും ചൂടായിരിക്കും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനൊക്കെ എന്താണ്? ഒട്ടകത്തെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മൂലം ഇതിലൊക്കെ എന്താണ്? പല മാറ്റങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്? 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥ സമ്മേളനത്തിൽ വെച്ചിട്ട് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥി എന്നെ കുറിച്ച് പറയുന്നുണ്ട്. കെനിയയിലെ അവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥ വ്യതിയാനമായിട്ട് കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ നമുക്കറിയാലോ, പ്രകൃതി അതിലുണ്ടായ കുറേ മാറ്റങ്ങളാണ് അല്ലേ. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമാണ് എന്തുണ്ടായിരിക്കുന്നത്? വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിൽ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നതാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുറന്തള്ളുന്ന വിഷവാതകങ്ങളും വനനശീകരണവും ഒക്കെ.
അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കേരള സർക്കാർ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് അല്ലേ. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായിട്ടുള്ള കർമ്മ പരിപാടികളാണ്. ഹരിത കർമ്മസേനയും പച്ചത്തുരുത്ത് എന്ന് പറയുന്നതും. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയണ്ട. അപ്പോൾ നമ്മൾ SCERT 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടമാവണം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.